പ്രായഭേദമന്യേ ഇനി എത്ര നരച്ച മുടിയാണെങ്കിലും കറുപ്പിക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊന്ന് തൊട്ടാൽ മാത്രം മതി. എത്ര നരച്ച മുടിയാണെങ്കിലും 80 വയസ്സിലും മുടി നരയ്ക്കത്തില്ല. നരച്ച മുടീനെ കട്ടക്കറുപ്പാക്കാനായിട്ട് നമുക്ക് നാച്ചുറലായിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. അതുപോലെ കുറച്ച് കിച്ചൺ ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, സ്നേഹ ടിപ്സ് ആൻഡ് ട്രിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ടിപ്പ്, ഇവിടെ കുറച്ച് മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ ഉപ്പിട്ടും അതുപോലെ തന്നെ അല്ല വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ടായിരിക്കും മുട്ട പുഴുങ്ങുന്നത്, പൊട്ടിപ്പോകാതിരിക്കാൻ. പക്ഷേ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് മുട്ട നല്ലപോലെ കഴുകിയിട്ട് ഈ ചെറു ചൂടുവെള്ളത്തിലേക്ക് വേണം മുട്ട വെച്ച് കൊടുക്കാൻ. അതിലേക്ക് 1 ടീസ്പൂണോളം ഓയിലും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഒന്ന് പുഴുങ്ങിയെടുക്കുകയാണ്. മുട്ട പൊട്ടത്തില്ല, നല്ലപോലെ പെർഫെക്റ്റായിട്ട് മുട്ട ഒടിച്ചെടുക്കാനും പറ്റും. ഒരു തുള്ളി പോലും അത് മുട്ട ഫുള്ള് തിളച്ച് ചാടുക പൊട്ടിപ്പോകുന്നു ചെയ്യത്തില്ല. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും കേട്ടോ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. നമ്മളിപ്പോൾ റേഷൻ അരി കൂടാതെ നമ്മൾ സാധാ അരി മേടിക്കുമ്പോഴത്തേക്കും അരിക്കൊക്കെ നല്ല വിലയാണല്ലോ. അപ്പോൾ ഈ അരിയൊക്കെ നമുക്ക് നല്ലപോലെ വേവിച്ചെടുക്കാനായിട്ട് പറ്റുന്ന ടിപ്പാണ്. ആദ്യം അരി എന്നാൽ നല്ലപോലെ തവിട് അഴുക്കൊക്കെ കളഞ്ഞെടുക്കണം. ഒരു ചുമന്ന കളർ പോലെയാണ്. ഇതൊന്ന് കഴുകിയെടുക്കാനായിട്ട് നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് കഴുകി ആ വെള്ളം ഒന്ന് മാറ്റി വെക്കാം. വെള്ളം കളയരുത്. നമുക്ക് അത് വേറെ കുറേ ടിപ്പുകൾക്ക് വളരെ നല്ലതാണ് അരി വെള്ളം. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലൊരു പാത്രത്തിലേക്ക് തന്നെ അരി ഇട്ടിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് കുതിർത്ത് വെക്കുക. നല്ല വേവുള്ള അരിയാണ് ഇങ്ങനെ ചെയ്യേണ്ടത് കേട്ടോ. അതിനുശേഷം ഞാനിപ്പം അടുപ്പത്തൊന്നും അല്ല വെക്കുന്നത്, കുക്കറിലാണ് വെക്കുന്നത്. കുക്കറിൽ എത്ര വെച്ചാലും ചോറ് വേകുന്നില്ല എന്നുള്ള പരാതിക്കാർക്ക്, അല്ലാതെ നമ്മൾ കുതിർക്കാതെ വെക്കുമ്പോൾ ഒരു 5-6 വിസിൽ അടിക്കാതെ ഈ ചോറ് വേഗത്തില്ല കേട്ടോ. ഇപ്പം കുതിർത്തിട്ട് വെക്കുകയാണെങ്കിൽ ഒരൊറ്റ വിസിൽ മാത്രം മതി. ചോറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ വെന്ത് കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് ചോറ് ഒന്നിനോടൊന്നും ഒട്ടാതിരിക്കാനും അതുമാത്രമല്ല നല്ല ടേസ്റ്റ് കൂടാനും ഇട്ട് നമുക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്ത് ഒന്ന് നമ്മൾ വേവിക്കും ആണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ചോറുണ്ടാൻ വണ്ണം വെക്കുമെന്നൊക്കെ പേടിയുള്ളവർക്ക് വളരെ വയറ് നിറച്ച് ചോറുണ്ടാൻ പറ്റി ഇങ്ങനെ ചെയ്യാൻ കേട്ടോ. നല്ല അടിപൊളി ഒരു ടിപ്പാണ്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ കുക്കറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒറ്റ വിസിലടിക്കും ചോറ് നല്ല സൂപ്പറായിട്ട് ഇവിടെ വെന്ത് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. എത്ര നരച്ച മുടിയാണെങ്കിലും ഇക്കാലത്തുണ്ടാകുന്ന അകാല നര, പാരമ്പര്യമായിട്ടുണ്ടാകുന്ന നര, അതുപോലെ പിന്നെ ഫുഡ്, വെള്ളം, ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന നരയൊക്കെ മാറാൻ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണിത്. നമ്മുടെ വീട്ടുമുറ്റത്ത് എല്ലാവരും വീട്ടുമുറ്റത്ത് കാണുമല്ലോ ഇല. അപ്പോൾ കറുവായുടെ മരമൊക്കെ ഉണ്ട് ഞങ്ങളുടെ വീട് മുറ്റത്തുണ്ട്. അതുകൊണ്ട് നമുക്ക് കറുവായില നല്ല ഫ്രഷ് ആയിട്ടുള്ളത് പറിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അത് നമുക്ക് 2-3 ഇലയൊന്ന് പറിച്ചെടുത്ത് നല്ലപോലെ കഴുകിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതെന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇങ്ങനത്തെ പനിക്കൂർക്കല നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. സാധാരണ നമ്മൾ പനിക്കൂർക്കല കാണുന്ന പച്ച കളർ, പിന്നെ ഒരു പച്ചയും വെള്ളയൊക്കെ, പക്ഷേ വെള്ള കളറിലെ പനിക്കൂർക്കല ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടുമുറ്റത്തുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടുമുറ്റത്തുണ്ട് ഇത് വെള്ള കളറിലെ പനിക്കൂർക്കല കേട്ടോ. അപ്പോൾ ഈ പനിക്കൂർക്കലയും കൂടെ എടുത്ത് ഒന്ന് നമുക്ക് ഞെവിടിയിട്ട് 2-3 എടുത്താൽ മതി കേട്ടോ. ഇല 2-3 എടുത്ത് ഞെവിടിയിട്ട് കഴുകിയിട്ട് വേണം കേട്ടോ. നമ്മൾ ഇത് ക്ലീൻ ചെയ്തിട്ട് ശേഷം മാത്രമേ ഇല ഇങ്ങനെ ആക്കാവുള്ളൂ. അതിനുശേഷം നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഞാൻ ഇവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ തിളപ്പിച്ച് അതിൻ്റെ സത്ത് അതിലേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നിടം വരെ തിളപ്പിച്ച് കുറുക്കി എടുക്കണം. അത് 1/4 ഗ്ലാസ് വെള്ളമാക്കി നമുക്ക് ഇവിടെ എടുക്കണം കേട്ടോ. അപ്പോൾ നല്ലപോലെ തിളച്ച് നല്ലപോലെ എൻ്റെ സത്തൊക്കെ നിറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ഒരു 1/4 ടീസ്പൂണോളം കോഫി പൗഡറാണ് കേട്ടോ. നിങ്ങൾക്ക് തേയിലപ്പൊടി ആണെങ്കിൽ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ നമുക്ക് കോഫി പൗഡറാണ് വേണം. നമ്മുടെ നെറ്റിയിൽ സൈഡിലുണ്ടാകുന്ന നരകളൊക്കെ മാറാൻ വളരെ സഹായമാണ് നമ്മുടെ കോഫി പൗഡർ. തലമുടിക്ക് നല്ലതാണ്. തലമുടി നല്ല ആർത്ത് കേൾക്കാൻ സഹായിക്കുന്നതാണ്. മുടി നല്ല സ്കാൽപ്പ് ക്ലീൻ ചെയ്യാൻ സഹായിക്കുന്നതാണ്. വളരെ നല്ലതാണ് കോഫി പൗഡർ. അതുപോലെ തന്നെ പനിക്കൂർക്കല നമുക്ക് ജലദോഷം അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. തലനീരിറക്കം ഒന്നും ഉണ്ടാകത്തുമില്ല. ഇതൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മുടിക്ക് വളരെ നല്ല രീതിയിൽ തന്നെ കറുപ്പ് തരാൻ സഹായിക്കുന്നതുമാണ്. ഇനി നമുക്ക് സാധാരണ നമ്മൾ ഇങ്ങനത്തെ ഡൈ ഒക്കെ ഉണ്ടാക്കുന്ന ഇരുമ്പ് ചട്ടി തന്നെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇരുമ്പ് ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെല്ലിക്കാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്കിവിടെ ഹെന്ന എടുക്കുന്നില്ല, അതുപോലെ തന്നെ ഞാൻ ഇൻഡിക്ക പൗഡർ എടുക്കുന്നില്ല. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിരട്ടക്കരി. നമ്മുടെ ചിരട്ട കത്തിച്ച് പൊടിച്ചെടുത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കരി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ആ ഇരുമ്പ് ചട്ടിയിലെല്ലാം ഒന്ന് തേച്ച് വെച്ചതിന് ശേഷം 15 മിനിറ്റ് കഴിയുമ്പോൾ അത് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഇത് വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന അടിപൊളി ടിപ്പാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടും നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഹൈപ്പ് എന്ന് ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെ ആ ഒരു ഡൈ ഇവിടെ നാച്ചുറൽ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ മുടീനെ, നരച്ച മുടീനെ
കറുപ്പാക്കാൻ വളരെ നല്ല രീതിയിൽ സഹായിക്കുന്നതാണ്. കുട്ടികൾക്കും എല്ലാം ഇത് വളരെ യൂസ്ഫുള്ളാണ്. ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്ക് വരെ മുടി നരച്ച് വരുന്നുണ്ട്. അതിനൊക്കെ വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. കെമിക്കൽ മേടിച്ച് അടിക്കുന്ന പോലെ ഒറ്റ യൂസി കറുക്കത്തില്ലെങ്കിൽ ഇത് നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുവാണ് നമ്മുടെ മുടിക്ക് നല്ലതാണ്, നല്ല സംരക്ഷണമാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. കണ്ടില്ലേ, ഈ ഒരു കറുപ്പ് കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ കറുപ്പ്. നമ്മുടെ നര വന്നിരിക്കുന്ന ഭാഗങ്ങളിൽ മാത്രം നിങ്ങൾ തേച്ച് കൊടുക്കുക. അതിനുശേഷം സാധാ പച്ചവെള്ളത്തിൽ കഴുകി കളയുക. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും ബൈ.